This is a session for discussing about anti-tubercular drugs. First of all, a brief introduction on tuberculosis. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് രണ്ട് തരത്തിലുണ്ട്. പൾമണറി ട്യൂബർകുലോസിസും എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസും. പൾമണറി ട്യൂബർകുലോസിസ് ലങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു. എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസ് ലങ് അല്ലാത്ത മറ്റ് ഏരിയാസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മെനിഞ്ചസ്, ബോൺ, ഇൻറ്റസ്റ്റൈൻ ഇത്തരം ഏരിയാസിലുള്ള ഇൻഫെക്ഷനാണ് എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയേൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തടയുകയോ അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യുകയോ ചെയ്യുന്നു. അത്തരം ഡ്രഗ്സിനെയാണ് ആൻറ്റി ട്യൂബർകുലാർ ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡ്രഗ്സ് നോൺ ട്യൂബർകുലാർ മൈക്കോബാക്ടീരിയം ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ മൈക്കോബാക്ടീരിയം ലെപ്രേ. ഇത് മൈക്കോബാക്ടീരിയം വിഭാഗത്തിൽ വരുന്ന മറ്റൊരു ബാക്ടീരിയയാണ്. ഇതുണ്ടാക്കുന്ന അസുഖമാണ് ലെപ്രസി. ലെപ്രസി ട്രീറ്റ് ചെയ്യാനും ഇതിൽ വരുന്ന ചില ഡ്രഗ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്. ട്യൂബർകുലോസിസ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സും സെക്കൻഡ് ലൈൻ ഡ്രഗ്സും. ട്യൂബർകുലോസിസ് ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യേണ്ടത് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആണ്. ബിക്കോസ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിനാണ് ഏറ്റവും കൂടുതൽ ആൻറ്റി ട്യൂബർകുലാർ ആക്ടിവിറ്റി ഉള്ളത്. കൂടാതെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന് ടോക്സിസിറ്റിയും കുറവാണ്. ഈ കാരണം കൊണ്ട് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇനി സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സിന് ആൻറ്റി ട്യൂബർകുലാർ എഫിക്കസി കമ്പാരിറ്റീവ്ലി കുറവാണ്. കൂടാതെ ഇവയ്ക്ക് ടോക്സിസിറ്റിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചില സ്പെഷ്യൽ കേസസിൽ മാത്രമാണ് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ചില മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ ഡ്രഗ് റെസിസ്റ്റൻസ് കൈവരിക്കാറുണ്ട്. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു ഡ്രഗിനോട് റെസിസ്റ്റൻ്റ് ആവാൻ ബാക്ടീരിയയ്ക്ക് സാധിക്കുന്നു. ഇത്തരം കണ്ടീഷനിൽ ആ പർട്ടിക്കുലർ ഡ്രഗ് കൊടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് ആ ഡ്രഗിനെതിരെ ബാക്ടീരിയ റെസിസ്റ്റൻസ് കൈവരിച്ചു കഴിഞ്ഞു. സോ അവിടെ ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഒഴിവാക്കേണ്ടി വരും. ആ കേസിൽ സെക്കൻഡ് ലൈനിലുള്ള ഏതെങ്കിലും ഒരു ഡ്രഗ് ചൂസ് ചെയ്യേണ്ടിയും വരുന്നു. മറ്റൊരു കേസ് കൂടി പറയാം. ഹെപ്പാറ്റിക് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ചില ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അത്തരം കേസിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗിന് പകരം സെക്കൻഡ് ലൈൻ ഡ്രഗിലേക്ക് പോകേണ്ടി വരും. പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസസിലാണ് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇനി ഏതൊക്കെയാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്? ഐസോനിയാസൈഡ്, റിഫാംബസിൻ, എത്തംബ്യൂട്ടോൾ, പൈറസിനമൈഡ് ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻ. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആർ കാനമൈസിൻ, അമിക്കാസിൻ, കാപ്രിയോമൈസിൻ, സൈക്ലോസെറിൻ, എഥിയോണമൈഡ്, തയാസെറ്റസോൺ, പാരാ അമിനോ സാലിസിലിക് ആസിഡ്. സെക്കൻഡ് ലൈനിൽ തന്നെ വരുന്ന ചില പുതിയ ഡ്രഗ്സാണ് സിപ്രോഫ്ലോക്സാസിൻ, ഒഫ്ലോക്സാസിൻ ആൻഡ് ലിവോഫ്ലോക്സാസിൻ. ആദ്യത്തെ ഡ്രഗ് ഐസോനിയാസൈഡ്. അതിനെ ഷോർട്ട് ഫോമിൽ INH എന്ന് വിളിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു ഡ്രഗാണ്. മാർക്ക് ചെയ്തു വെക്കുക. ഐസോനിയാസൈഡ് നിക്കോട്ടിനിക് ആസിഡ് ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് മീൻസ് നിക്കോട്ടിനിക് ആസിഡിന് ചില കെമിക്കൽ ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോൾ കിട്ടുന്ന ഒരു ഡ്രഗാണ് ഐസോനിയാസൈഡ്. ഈ ഡ്രഗിന് ട്യൂബർകുലോസിഡൽ ആക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ്
മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കില്ല് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എന്താണ് ഐസോനിയാസൈഡിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? TB ഉണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയുടെ സെൽ വോൾ ഉണ്ടാവണമെങ്കിൽ മൈക്കോളിക് ആസിഡ് ആവശ്യമാണ്. ബാക്ടീരിയയിൽ മൈക്കോളിക് ആസിഡിൻ്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. ഈ സിന്തസിസിനെയാണ് ഐസോനിയാസൈഡ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയയ്ക്ക് സെൽ വോൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ബിക്കോസ് മൈക്കോളിക് ആസിഡ് ഉണ്ടാക്കിയിട്ട് വേണം അതുപയോഗിച്ചിട്ട് സെൽ വോൾ ഉണ്ടാക്കാൻ. ഈ പ്രോസസ്സ് നടക്കാത്തത് കൊണ്ടാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ കില്ല് ചെയ്യപ്പെടുന്നത്. ഐസോനിയാസൈഡിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. ഫുഡിൻ്റെ കൂടെയാണ് ഐസോനിയാസൈഡ് കഴിക്കുന്നതെങ്കിൽ ഐസോനിയാസൈഡിൻ്റെ അബ്സോർപ്ഷൻ കുറയും. ഇതേ പ്രോബ്ലം ആൻറ്റാസിഡ്സിൻ്റെ കൂടെ ഐസോനിയാസൈഡ് കഴിക്കുമ്പോഴും ഉണ്ട്. ആൻറ്റാസിഡ്സ് ആർ ആസിഡ് ന്യൂട്രലൈസിങ് സബ്സ്റ്റൻസസ് യൂസ്ഡ് ടു ട്രീറ്റ് പെപ്റ്റിക് അൾസർ ആൻഡ് ഗ്യാസ്ട്രൈറ്റിസ്. ഐസോനിയാസൈഡ് ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. എല്ലാ ടിഷ്യൂസിലേക്കും പെനിട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഐസോനിയാസൈഡിനുണ്ട്. ഫോർ എക്സാമ്പിൾ, മെനിഞ്ചസ്, പ്ലാസൻറ്റ തുടങ്ങിയ മെംബ്രെയിൻസിൽ കൂടി ഐസോനിയാസൈഡ് പാസ് ചെയ്യുന്നു. ഐസോനിയാസൈഡിൻ്റെ മെറ്റബോളിസം എവിടെയാണ് നടക്കുന്നത്? ലിവറിലാണ്. മെറ്റബോളിസം നടക്കുന്നത് ഹൈഡ്രോലിസിസ് എന്ന കെമിക്കൽ റിയാക്ഷൻ വഴിയാണ്. ഹൈഡ്രോലിസിസ് നടത്താൻ ലിവറിൽ എൻസൈം ഉണ്ട്. ഈ എൻസൈമിൻ്റെ ലെവല് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഐസോനിയാസൈഡിൻ്റെ മെറ്റബോളിസം നടക്കുന്ന സ്പീഡും വ്യത്യാസപ്പെടും. ഫോർ എക്സാമ്പിൾ, ചിലർ റാപ്പിഡ് അസറ്റൈലേറ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് അവരുടെ ശരീരത്തിൽ അസറ്റൈലേഷൻ നടത്തുന്ന എൻസൈമിൻ്റെ ലെവല് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഐസോനിയാസൈഡ് അവർക്ക് കൊടുക്കുമ്പോൾ ഐസോനിയാസൈഡിൻ്റെ മെറ്റബോളിസം വളരെ വേഗത്തിൽ നടക്കും. മെറ്റബോളിസം വേഗത്തിൽ നടക്കുമ്പോൾ ഐസോനിയാസൈഡ് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു പോകുന്നത് വളരെ വേഗത്തിലാവും. അതുകൊണ്ട് ഐസോനിയാസൈഡിൻ്റെ ഹാഫ് ലൈഫ് കുറയും. ഹാഫ് ലൈഫ് ഒരു 1.5 hours മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ സ്ലോ അസറ്റൈലേറ്റേഴ്സ് ആണ്. അവരുടെ ശരീരത്തിൽ അസറ്റൈലേഷൻ നടത്തുന്ന എൻസൈമിൻ്റെ ലെവൽ കുറവായിരിക്കും. അത്തരക്കാർക്ക് ഐസോനിയാസൈഡിൻ്റെ മെറ്റബോളിസം സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ. അപ്പോൾ ഐസോനിയാസൈഡിൻ്റെ ഹാഫ് ലൈഫ് കൂടുതലായിരിക്കും. സ്ലോ അസറ്റൈലേറ്റേഴ്സിന് ഐസോനിയാസൈഡിൻ്റെ ഹാഫ് ലൈഫ് 3 hours വരെയാണ്. നമ്മൾ ഇന്ത്യൻസിൽ ഭൂരിഭാഗം ആൾക്കാരും സ്ലോ അസറ്റൈലേറ്റേഴ്സ് ആണ്. നേരെ മറിച്ച് ബ്രിട്ടനിലെ കാര്യം എടുക്കാം. അവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ഫാസ്റ്റ് അസറ്റൈലേറ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ജനറ്റിക്കലി കൺട്രോൾഡ് ആണ് ഈ കാര്യം. റാപ്പിഡ് അസറ്റൈലേറ്ററായ ഒരു ഇംഗ്ലണ്ടുകാരനും സ്ലോ അസറ്റൈലേറ്ററായ ഒരു ഇന്ത്യക്കാരനും ഐസോനിയാസൈഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഹാഫ് ലൈഫ് രണ്ടാളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഇംഗ്ലണ്ടുകാരൻ്റെ ശരീരത്തിൽ ഐസോനിയാസൈഡിൻ്റെ അസറ്റൈലേഷൻ വേഗത്തിൽ നടക്കും. ഇന്ത്യക്കാരൻ്റെ ശരീരത്തിൽ ഐസോനിയാസൈഡിൻ്റെ അസറ്റൈലേഷൻ സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ. ഐസോനിയാസൈഡിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഓറൽ റൂട്ട് ആൻഡ് പാരൻറ്ററൽ റൂട്ട്. അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഐസോനിയാസൈഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വേഴ്സ് എഫക്റ്റ് പെരിഫറൽ ന്യൂറൈറ്റീസ് ആണ്. പിരിഡോക്സിൻ എന്നതൊരു വൈറ്റമിൻ ആണല്ലോ. വൈറ്റമിൻ B6 പിരിഡോക്സിൻ എന്ന് വിളിക്കുന്നത്. ഐസോനിയാസൈഡ് കഴിക്കുമ്പോൾ ശരീരത്തിന് പിരിഡോക്സിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. കൂടാതെ പിരിഡോക്സിൻ്റെ യൂറിൻ വഴിയുള്ള എക്സ്ക്രീഷൻ കൂടുകയും ചെയ്യും. ഈ കാരണം കൊണ്ട് നെർവ്സിൻ്റെ വീക്ക്നെസ് ഉണ്ടാവും.
ദാറ്റ് മീൻസ് ന്യൂറോൺസിന് ഫിസിയോളജിക്കൽ ഫങ്ഷനിങ് നടത്താൻ സാധിക്കാതെ വരും. ഇതിനെ നമുക്ക് ഐസോനിയാസൈഡിൻ്റെ ന്യൂറോ ടോക്സിസിറ്റി എന്ന് വിളിക്കാം. ഐസോനിയാസൈഡ് കാരണം പെരിഫറൽ ന്യൂറൈറ്റിസ് വരാതെ ഇരിക്കാൻ പിരിഡോക്സിൻ കഴിച്ചാൽ മതിയാവും. ഐസോനിയാസൈഡ് കഴിക്കുന്ന ഒരാൾക്ക് പെരിഫറൽ ന്യൂറൈറ്റിസ് വരാതെ ഇരിക്കാൻ പിരിഡോക്സിൻ കൂടെ കഴിക്കുന്നത് നല്ലതാണ്. ഇതിനെ പ്രൊഫിലാക്റ്റിക്കൽ യൂസ് എന്ന് പറയാം. പ്രൊഫിലാക്റ്റിക്കൽ പർപ്പസിന് 10 mg/day പിരിഡോക്സിനാണ് കഴിക്കേണ്ടത്. പക്ഷേ ഐസോനിയാസൈഡ് കഴിക്കുന്ന എല്ലാവർക്കും പിരിഡോക്സിൻ കൂടെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പിരിഡോക്സിൻ കൊടുത്താൽ നല്ലത്. ഇനി INH കഴിക്കുന്ന ഒരാൾക്ക് പിരിഡോക്സിൻ കൊടുത്തില്ല എങ്കിൽ ചിലപ്പോൾ പെരിഫറൽ ന്യൂറൈറ്റിസ് വരും. അയാളുടെ കൈകാലുകളിൽ ഉണ്ടാവുന്ന തരിപ്പാണ് പ്രധാനപ്പെട്ട സൈൻ. ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പിരിഡോക്സിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ കേസിൽ 100 mg/day കൊടുക്കേണ്ടി വരും. ഐസോനിയാസൈഡിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റാണ് ഹെപ്പറ്റൈറ്റിസ്. മാർക്ക് ചെയ്യണം. കുട്ടികൾക്ക് ഐസോനിയാസൈഡ് കൊടുക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് വരുന്നത് വളരെ റെയറാണ്. മുതിർന്ന ആൾക്കാർക്കാണ് ഹെപ്പറ്റൈറ്റിസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി ആൽക്കഹോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിയുമ്പോൾ ഐസോനിയാസൈഡ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് നോർമൽ ആവുകയും ചെയ്യും. അടുത്ത അഡ്വേഴ്സ് എഫക്റ്റാണ് കൺവൽഷൻ. അപസ്മാരത്തിൻ്റെ ചെറിയ സൈൻസ് ഉണ്ടാവാം. ഇത് കൂടാതെ ഫീവർ, റാഷ്, ആർത്രൈറ്റിസ് ഒക്കെയാണ് ഐസോനിയാസൈഡിൻ്റെ മറ്റ് അഡ്വേഴ്സ് എഫക്ട്സ്. ആർത്രൈറ്റിസ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ്. ഏത് ഡോസിലാണ് INH കൊടുക്കേണ്ടത്? ഡെയിലി ഡോസ് 5 mg/kg ആണ്. പേഷ്യൻറ്റിൻ്റെ വെയ്റ്റ് നോക്കിയിട്ട് വേണം ഡോസ് തീരുമാനിക്കാൻ. വെയ്റ്റ് ഇൻറ്റു 5 mg എത്രയാണോ അതാണ് അയാൾക്കൊരു ദിവസം കൊടുക്കേണ്ട ഡോസ്. കുട്ടികൾക്കായാലും മുതിർന്ന ആൾക്കായാലും വെയ്റ്റ് നോക്കിയിട്ടാണ് ഡോസ് തീരുമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 to 15 mg പിരിഡോക്സിൻ INHൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറൈറ്റിസ് കുറയ്ക്കാം. പൊതുവെ മുതിർന്ന ആൾക്കാർക്കാണ് പെരിഫറൽ ന്യൂറൈറ്റിസ് വരുന്നത് കൂടുതൽ. കൂടാതെ പ്രഗ്നൻ്റ് ലേഡി INH കഴിക്കുമ്പോഴും ഈ ഒരു ചാൻസ് കൂടുതലാണ്. സോ അത്തരക്കാർക്ക് പിരിഡോക്സിൻ പൊതുവെ കൊടുക്കാറുണ്ട്. പക്ഷേ ചെറിയ കുട്ടികൾക്ക് INH കൊടുക്കുമ്പോൾ പെരിഫറൽ ന്യൂറൈറ്റിസ് വരാറില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് INH കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പിരിഡോക്സിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് INHൻ്റെ ഡ്രഗ് ഇൻ്ററാക്ഷൻസ്? INH ഒരു ലിവർ എൻസൈം ഇൻഹിബിറ്ററാണ്. ദാറ്റ് മീൻസ് ലിവർ എൻസൈം ലെവൽ കുറയ്ക്കാൻ INH കാരണമാവും. അതുകൊണ്ട് തന്നെ അത്തരം ലിവർ എൻസൈംസ് മെറ്റബോളൈസ് ചെയ്യുന്ന ചില ഡ്രഗ്സിൻ്റെ മെറ്റബോളിസവും കുറയും. അതിന് എക്സാമ്പിളാണ് ഫിനൈറ്റോയിൻ, കാർബമസെപ്പിൻ, ഡയസെപ്പാം ആൻഡ് വാർഫാറിൻ. ഫിനൈറ്റോയിൻ ആൻഡ് കാർബമസെപ്പിൻ എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന ഡ്രഗ്സാണ്. ഡയസെപ്പാം സെഡേറ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ്. വാർഫാറിൻ ബ്ലഡ് കൊയാഗുലേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗാണ്. ഇതിൻ്റെയൊക്കെ മെറ്റബോളിസം കുറയുമ്പോൾ അത്തരം ഡ്രഗ്സിൻ്റെ ആക്ഷൻ കൂടാം, അല്ലെങ്കിൽ അവയുടെ ടോക്സിസിറ്റി ഉണ്ടാവാം. ഒരു എക്സാമ്പിൾ പറയാം. ഇതിൽ ഡയസെപ്പാമിൻ്റെ മെറ്റബോളിസമാണ് കുറയുന്നതെങ്കിൽ ഡയസെപ്പാമിൻ്റെ ആക്ഷൻ കൂടും. ആക്ഷൻ കൂടുക മീൻസ് സെഡേഷൻ കൂടും. ഡയസെപ്പാം ഒരു സെഡേറ്റീവാണ്. അതുകൊണ്ട് സെഡേറ്റീവ് ആക്ഷൻ കൂടും. പേഷ്യൻ്റ് വളരെ നന്നായിട്ട് ഉറങ്ങിപ്പോവും. ഡയസെപ്പാമിൻ്റെ
ആക്ഷൻ ഒരു പരിധിയിലധികം കൂടി കഴിയുമ്പോൾ അഡ്വേഴ്സ് എഫക്ട്സ് വരാൻ തുടങ്ങും. അതിനൊരു എക്സാമ്പിളാണ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. പേഷ്യൻറ്റിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സോ ആലോചിക്കണം, ഇതൊരു ഡ്രഗ് ഇൻ്ററാക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഐസോനിയാസൈഡും ഒരുമിച്ച് കഴിക്കേണ്ടി വരുമ്പോൾ പേഷ്യൻറ്റിന് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത്. ഇതെപ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇങ്ങനെ ഇൻ്ററാക്ട് ചെയ്യുന്ന 2 ഡ്രഗ്സ് കൊടുക്കുമ്പോൾ ഒരു ശ്രദ്ധ ആവശ്യമാണ്. അത്തരം കേസിൽ നമുക്ക് ഡയസപ്പാമിൻ്റെ ഡോസ് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞു, ആൻറ്റാസിഡ്സ് ഐസോനിയാസൈഡിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. ആൻറ്റാസിഡിന് ഒരു എക്സാമ്പിളാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആൻറ്റാസിഡ്. അടുത്തൊരു ഇൻ്ററാക്ഷൻ പാരാ അമിനോ സാലിസിലിക് ആസിഡുമായിട്ടുള്ള ഇൻ്ററാക്ഷനാണ്. ഈ PAS TB ട്രീറ്റ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഡ്രഗാണ്. PAS ഐസോനിയാസൈഡിൻ്റെ മെറ്റബോളിസം കുറയ്ക്കുന്നുണ്ട്. ആൻറ്റി ട്യൂബർക്കുലാർ ഡ്രഗ്സിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡ്രഗാണ് റിഫാംപിസിൻ. ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുക, റിഫാംപിസിന് റിഫാംപിൻ എന്ന പേര് കൂടിയുണ്ട്. ഈ ഡ്രഗ് ഒരു ഡെറിവേറ്റീവാണ്. ആക്ച്വലി റിഫാമൈസിൻ എന്ന മറ്റൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കെമിക്കൽ ഡെറിവേറ്റീവാണ് റിഫാംപിസിൻ. ഇനി റിഫാമൈസിൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? റിഫാമൈസിൻ B എന്ന ആൻറ്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസസ് മെഡിറ്ററേനി എന്ന ബാക്ടീരിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ആ റിഫാമൈസിൻ Bയിൽ ചെറിയ കെമിക്കൽ ചേഞ്ചസ് വരുത്തി കഴിയുമ്പോൾ നമുക്ക് റിഫാംപിസിൻ കിട്ടും. ഈ റിഫാംപിസിനാണ് ട്യൂബർക്കുലോസിഡൽ ആക്ടിവിറ്റി ഉള്ളത്. ദാറ്റ് മീൻസ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയനെ കില്ല് ചെയ്യാനുള്ള എബിലിറ്റി റിഫാംപിസിനുണ്ട്. എന്താണ് റിഫാംപിസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? ഇത് RNA പോളിമറേസ് എന്ന എൻസൈമിൻ്റെ ഇൻഹിബിറ്ററാണ്. ബാക്ടീരിയയിൽ RNA ഉണ്ടാവാൻ സഹായിക്കുന്നത് RNA പോളിമറേസ് എൻസൈമാണ്. ഈ RNA ഉണ്ടാവുന്നത് DNA റീഡ് ചെയ്തിട്ടാണ് എന്നറിയാലോ. ഇങ്ങനെ DNA റീഡ് ചെയ്തിട്ട് RNA ഉണ്ടാക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിനെ DNA ഡിപ്പെൻഡൻ്റ് RNA പോളിമറേസ് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് ബാക്ടീരിയയിൽ RNA ഉണ്ടാവുന്നത്? നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് ഓഫ് ബാക്ടീരിയ പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ ബാക്ടീരിയൽ സെല്ലിനകത്ത് RNA ഉണ്ടാവണം. ലൈക്ക് mRNA, tRNA എക്സെട്ര. ഈ RNA ഉണ്ടാവാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ഡിപ്പെൻഡൻ്റ് RNA പോളിമറേസ്. ഇതിൻ്റെ ആക്ടിവിറ്റിയാണ് റിഫാംപിസിൻ തടയുന്നത്. അങ്ങനെ വരുമ്പോൾ ബാക്ടീരിയൽ സെല്ലിനകത്ത് RNA സിന്തസിസ് നടക്കില്ല, പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല. അത് കാരണം ബാക്ടീരിയൽ സെൽ ഡെത്ത് ഉണ്ടാവുന്നു. നൗ ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് റിഫാംപിസിൻ. ഓറലി നമ്മൾ കഴിക്കുവാണെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നന്നായിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാലോ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, മെനിഞ്ചസ് ക്രോസ് ചെയ്യാൻ സാധിക്കും, പ്ലാസൻ്റ ക്രോസ് ചെയ്യാൻ സാധിക്കും, ബോഡിയിലെ എല്ലാ ടിഷ്യൂസിലേക്കും എത്താൻ സാധിക്കും. ഇതൊക്കെ കൂടാതെ നമ്മുടെ സെക്രീഷൻസിൽ പോലും എത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, സലൈവ, യൂറിൻ, സ്പ്യൂട്ടം ആൻഡ് ടിയസ്. ഇങ്ങനെ സെക്രീഷൻസിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ സെക്രീഷൻസിൻ്റെ കളറ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാവാം. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് റിഫാംപിസിൻ ഹെപ്പാറ്റിക് മൈക്രോസോമൽ എൻസൈംസിൻ്റെ ഇൻഡ്യൂസറാണ്. ദാറ്റ് മീൻസ് ലിവറിലുള്ള ഒരു ടൈപ്പ് ഓഫ് എൻസൈമാണ് മൈക്രോസോമൽ എൻസൈം. ആ എൻസൈംസിൻ്റെ ലെവല് കൂട്ടാൻ റിഫാംപിസിൻ കാരണമാവും. റിഫാംപിസിൻ മൈക്രോസോമൽ
എൻസൈമായ സൈറ്റോക്രോം P450 സിസ്റ്റത്തിൽ വരുന്ന പല എൻസൈംസിൻ്റെയും ലെവൽ കൂട്ടുന്നു. ഈ സൈറ്റോക്രോം P450 എന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ്. അതിൽ വരുന്ന പലതിൻ്റെയും ലെവൽ കൂടുന്നത് കാരണം മറ്റ് പല ഡ്രഗ്സിൻ്റെയും മെറ്റബോളിസം കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റിഫാമ്പസിന് മറ്റ് പല ഡ്രഗ്സുമായിട്ടും ഇൻ്ററാക്ഷൻ ഉണ്ട്. ഈ പോയിൻ്റ് ഓർത്തിരിക്കുക. നമ്മൾ പല ഡ്രഗ് ഇൻ്ററാക്ഷൻ പറയുമ്പോഴും റിഫാമ്പസിൻ എന്ന ഡ്രഗ് ആവർത്തിച്ച് വരുന്നതിനുള്ള കാരണം ഈ ഒരു പോയിൻ്റാണ്. ഇനി റിഫാമ്പസിനെ മെറ്റബോളൈസ് ചെയ്യുന്നത് ആരാ? ലിവറാണ്. എക്സ്ക്രീഷൻ നടക്കുന്നതോ 2 വഴിയുണ്ട്. പ്രധാനമായിട്ടും ബൈലിൽ കൂടി. ബൈലിലെത്തുന്ന ഡ്രഗ് ഫീസിസ് വഴിയായിരിക്കും പുറത്തേക്ക് പോവുക. ഇനി ഒരു സ്ലൈറ്റ് പോർഷൻ കിഡ്നി വഴിയും എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. റിഫാമ്പസിൻ എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ നടക്കുന്നൊരു ഡ്രഗാണ്. അതെന്താണെന്നറിയാലോ? ബൈൽ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്ന ചില ഡ്രഗ്സ് ഇൻറ്റസ്റ്റൈനിൻ്റെ താഴ്ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും ബ്ലഡിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. റിഫാമ്പസിൻ്റെ ഡോസ് എങ്ങനെയാണ്? പെർ കിലോഗ്രാമിന് 10 mg വേണം. അപ്പോൾ ഒരു ഡേയിൽ എത്ര വേണമെന്ന് വെയിറ്റ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. എംപ്റ്റി സ്റ്റൊമക്കിലാണ് റിഫാമ്പസിനും കൊടുക്കേണ്ടത്. ഐസോനിയാസൈഡ് പോലെ തന്നെ ഫുഡുമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള ഒരു ഡ്രഗാണ് റിഫാമ്പസിൻ. എന്തൊക്കെയാണ് റിഫാമ്പസിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്? ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ആണ്, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഡ്രഗ് നിർത്തിക്കഴിയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് റിവേഴ്സിബിൾ ആണ്. ഇനി റിഫാമ്പസിൻ കഴിക്കുന്ന പേഷ്യൻസിൻ്റെ സെക്രീഷൻസ് ചെറിയ ഓറഞ്ച് റെഡ് കളറിലാണ് കാണപ്പെടുക. പക്ഷേ ഇതൊരു ഹാംഫുള്ളായ കാര്യമല്ല. ഫോർ എക്സാമ്പിൾ, യൂറിനിൽ ചെറിയ ഓറഞ്ച് കളർ അല്ലെങ്കിൽ ചെറിയ ഓറഞ്ച് റെഡ് കളർ കാണുമ്പോൾ പേഷ്യൻറ്റിന് പേടി വരും. ഇത് ബ്ലഡ് ആണോ എന്നൊരു സംശയം ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇത് ഡ്രഗിൻ്റെ കളറാണ്. ഡ്രഗ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കളർ ചേഞ്ചാണ്. ഇതൊരു ഹാംലെസ് ആയ കളർ ചേഞ്ചാണ്. ഈ പറഞ്ഞ പോയിൻ്റ് പ്രത്യേകം മാർക്ക് ചെയ്യണം. റിഫാമ്പസിൻ്റെ മറ്റ് അഡ്വേഴ്സ് എഫക്ട്സ് ആണ് റാഷ് ആൻഡ് പ്രൂരിറ്റസ്. പ്രൂരിറ്റസ് മീൻസ് ചൊറിച്ചിൽ. കൂടാതെ ഐസോനിയാസൈഡിനെ പോലെ ഫീവർ ഉണ്ടാക്കും. ഇത് പോരാതെ നോസിയ, വോമിറ്റിംഗ് ഉണ്ടാക്കാം, ഹെഡ് ഏക്ക് ഉണ്ടാക്കാം. ഇനി വളരെ റെയർ അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. വളരെ ചുരുക്കം കേസിൽ ബ്രീത്ത്ലെസ്നെസ്, ഷോക്ക്. ഷോക്ക് മീൻസ് ഇൻസഫിഷ്യൻറ്റ് ബ്ലഡ് ഫ്ലോ ടു ടിഷ്യൂസ്. ഹീമോലൈസിസ് ഉണ്ടാവാം. ഹീമോലൈസിസ് ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് RBC. കൂടാതെ ചിലപ്പോഴൊക്കെ റീനൽ ഫെയിലറും ഉണ്ടാവാം. എന്തൊക്കെയാണ് റിഫാമ്പസിൻ്റെ ഡ്രഗ് ഇൻ്ററാക്ഷൻസ്? റിഫാമ്പസിൻ ഒരു മൈക്രോസോമൽ എൻസൈം ഇൻഡ്യൂസർ ആണ് എന്ന് നേരത്തെ പറഞ്ഞു. ലിവർ എൻസൈമായ മൈക്രോസോമൽ എൻസൈമിൻ്റെ ഇൻഡ്യൂസറാണ്. എൻസൈമിൻ്റെ ലെവൽ കൂട്ടുന്ന ഏജൻ്റാണ് എന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ മറ്റ് പല ഡ്രഗ്സുമായിട്ടും റിഫാമ്പസിന് ഇൻ്ററാക്ഷൻ ഉണ്ട്. ലൈക്ക് തിയോഫിലിൻ ആസ്മക്ക് ഉപയോഗിക്കുന്നതാണ്. വാർഫാറിൻ ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അറിയാലോ. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അതും അറിയാം. ഡിജിറ്റോക്സിൻ കാർഡിയക് ഫെയിലർ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ഡിജിറ്റോക്സിൻ. കീറ്റോകോണസോൾ ഫംഗൽ ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യുന്നു. സൾഫണൈൽ യൂറിയ അറിയാലോ, ആൻറ്റി ഡയബറ്റിക് ആണ്. മെറ്റപ്രോലോള് ഹൈപ്പർ ടെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന് റിഫാമ്പസിനുമായിട്ടുള്ള ഇൻ്ററാക്ഷനാണ്. മാർക്ക് ചെയ്യുക. റിഫാമ്പസിൻ കഴിക്കുന്ന ഒരു സ്ത്രീ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ബർത്ത് കൺട്രോൾ നടക്കണമെന്നില്ല. പ്രഗ്നൻസി വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഒഴിവാക്കാനുള്ള മെത്തേഡ് അവരൊരു ബാരിയർ കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കുക എന്നതാണ്. എഥംബ്യൂട്ടോൾ ആണ് അടുത്ത ഡ്രഗ്. ട്യൂബർകുലോസ്റ്റാറ്റിക് ആക്ഷൻ മാത്രമാണ് എഥംബ്യൂട്ടോളിനുള്ളത്. ദാറ്റ് മീൻസ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തടയാൻ സാധിക്കും.
എന്താണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? മൈക്കോളിക് ആസിഡിൻ്റെ റോൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ബാക്ടീരിയൽ സെൽ വോൾ ഉണ്ടാവാൻ അത്യാവശ്യമായൊരു കണ്ടൻ്റാണ് മൈക്കോളിക് ആസിഡ്. ഇതിൻ്റെ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഐസോനിയാസൈഡ്. എഥംബ്യൂട്ടോൾ ചെയ്യുന്നത് ഓൾറെഡി ഉണ്ടായ മൈക്കോളിക് ആസിഡിൻ്റെ സെൽ വോളിലേക്കുള്ള ഇൻകോപ്പറേഷൻ തടയും. ദാറ്റ് മീൻസ് മൈക്കോളിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്, അത് സെൽ വോൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. എപ്പോൾ? ആ പേഷ്യൻ്റ് എഥംബ്യൂട്ടോൾ കഴിക്കുമ്പോൾ. സോ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിന് സെൽ വോൾ ഉണ്ടാക്കാൻ അത്യാവശ്യമായ മൈക്കോളിക് ആസിഡ് സെൽ വോളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് തടയുന്ന ഏജൻ്റാണ് എഥംബ്യൂട്ടോൾ. ഫാർമക്കോകൈനറ്റിക്സ് എന്താ? ഓറലി കൊടുത്താൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. ഡ്രഗിൻ്റെ എക്സ്ക്രീഷൻ നടക്കുന്നത് യൂറിൻ വഴിയാണ്. ഒരു പ്രത്യേകതയുണ്ട്, മെറ്റബോളിസം വളരെ കുറവാണ്. ഡ്രഗ് അൺചേഞ്ച്ഡ് ഫോമിലാണ് യൂറിൻ വഴി പുറത്തേക്ക് പോകുന്നത്. എന്താണ് ഡോസ്? 15 mg/kg/day. എന്തൊക്കെയാണ് എഥംബ്യൂട്ടോളിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്? പ്രധാനപ്പെട്ട പോയിൻ്റാണ് റെട്രോ ബൾബാർ ന്യൂറൈറ്റിസ്. ദിസ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവിൻ്റെ ഇൻഫ്ലമേഷൻ വരുന്നത് കാരണമാണ് പേഷ്യൻറ്റിന് വിഷ്വൽ എക്വിറ്റി കുറയുന്നത്. ദാറ്റ് മീൻസ് ക്ലിയർ വിഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് വരാം. സോ കാഴ്ചക്കുറവും കളർ ബ്ലൈൻഡ്നെസ്സുമാണ് പേഷ്യൻറ്റിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ. നിറം തിരിച്ചറിയാത്ത ഒരു കണ്ടീഷനാണ് കളർ ബ്ലൈൻഡ്നെസ്. ഇത് കൂടാതെ റാഷ്, ഫീവർ, GI ഇൻടോളറൻസ് ഒക്കെ ഉണ്ടാവാം. GI ഇൻടോളറൻസ് മീൻസ് സ്റ്റൊമക്കിനും ഇൻറ്റസ്റ്റൈനും ഉണ്ടാവുന്ന ഡിസ്കംഫോർട്ട്. അടുത്ത പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈപ്പർ യൂറിസീമിയ. യൂറിക് ആസിഡ് ലെവൽ കൂടാൻ എഥംബ്യൂട്ടോൾ കാരണമാവും. യൂറിക് ആസിഡ് കൂടുമ്പോൾ വരുന്ന പ്രശ്നമാണല്ലോ ഗൗട്ട്. എഥംബ്യൂട്ടോൾ ലോങ് ടേമിൽ കഴിക്കുന്നവർക്ക് ഗൗട്ട് എന്ന കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനിയുള്ളത് റിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷനാണ്. ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് എഥംബ്യൂട്ടോൾ കൊടുക്കാം, പക്ഷേ ഒരു ശ്രദ്ധ വേണം. ഡോസിലും ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്ട്സിലൊക്കെ ഒരു മോണിറ്ററിങ് അത്യാവശ്യമാണ്. ഇനിയുള്ളത് അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷനാണ്. നിർബന്ധമായിട്ടും കൊടുക്കാൻ പാടില്ലാത്ത കേസാണിത്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. അതിനൊരു റീസൺ ഉണ്ട്. നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വേഴ്സ് എഫക്റ്റാണ് കളർ ബ്ലൈൻഡ്നെസ്സും കാഴ്ചക്കുറവും. ഇത് ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് കാഴ്ചക്കുറവ്, കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടോയെന്ന് അവർ നമ്മളോട് പറയില്ല. അവർക്കത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ കുട്ടികൾക്ക് അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എഥംബ്യൂട്ടോൾ കൊടുക്കരുത് എന്ന് പറയുന്നത്. ആ പോയിൻ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്തുകൊണ്ടാണ് അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആവുന്നത് എന്നുകൂടി അവിടെ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ഡ്രഗ് പൈറസിനമൈഡാണ്. നിക്കോട്ടിനിക് ആസിഡിൻ്റെ മറ്റൊരു ഡെറിവേറ്റീവാണ് പൈറസിനമൈഡ്. ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ആദ്യം പഠിച്ച ഐസോനിയാസൈഡും നിക്കോട്ടിനിക് ആസിഡിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്. പൈറസിനമൈഡിന് വീക്ക്ലി ട്യൂബർകുലോസിഡൽ ആക്ടിവിറ്റിയാണ്. ദാറ്റ് മീൻസ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കില്ല് ചെയ്യാൻ പറ്റും, പക്ഷെ വലിയ എബിലിറ്റി ഒന്നുമില്ല. എന്താണ് ഈ ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിൽ ഉള്ള ഒരു എൻസൈമാണ് ഫാറ്റി ആസിഡ് സിന്തേസ് 1 എന്നത്. ഈ എൻസൈമിൻ്റെ റോള് മൈക്കോളിക് ആസിഡ് ഉണ്ടാക്കുക എന്നതാണ്. ഈ എൻസൈമിൻ്റെ ആക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നത് വഴി മൈക്കോളിക് ആസിഡിൻ്റെ സിന്തസിസ് നടക്കില്ല. നമുക്കറിയാം, മൈക്കോളിക് ആസിഡ് ഉണ്ടെങ്കിലേ സെൽ വോൾ ഉണ്ടാവുള്ളൂ. സെൽ വോൾ ഉണ്ടാവാത്തത് കാരണം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിൻ്റെ ഡെത്ത് ഉണ്ടാവും. എന്താണ് പൈറസിനമൈഡിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്? ഓറലി കഴിക്കാൻ പറ്റും, ബിക്കോസ് GI ട്രാക്റ്റിൽ നിന്ന്
നന്നായിട്ട് അബ്സോർപ്ഷൻ നടക്കും. ബോഡിയിലെ മിക്കവാറും എല്ലാ ഏരിയയിലേക്കും നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, ഇൻക്ലൂഡിങ് സെറിബ്രോസ് ഫൈനൽ ഫ്ലൂയിഡ്. ലിവറിലാണ് മെറ്റബോളിസം നടക്കുന്നത്, യൂറിൻ വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് പൈറസിനമൈഡിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്? ഒന്നാമത്തത് പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റാണ് മാർക്ക് ചെയ്യുക ഹെപ്പാറ്റിക് ഇഞ്ചുറി. അതുകൊണ്ട് തന്നെ ഹെപ്പാറ്റിക് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഈ ഡ്രഗ് കൊടുക്കാറില്ല. കൂടാതെ ക്രോണിക് ആൽക്കഹോളിക്സ് ആയ ആൾക്കാരുടെ പ്രശ്നം അറിയാലോ, അവർക്ക് ഹെപ്പാറ്റിക് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്കും പൈറസിനമൈഡ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. അടുത്തത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, മാർക്ക് ചെയ്യണം ഹൈപ്പർ യൂറിസീമിയ ആൻഡ് ഗൗട്ട്. എത്തംബ്യൂട്ടോളിനെ പോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ ലെവല് കൂടാൻ കാരണമാവുന്നു. അത് പിന്നീട് ഗൗട്ട് എന്ന കണ്ടീഷനിലേക്ക് നയിക്കുന്നു. എതംബ്യൂട്ടോളും പൈറസിനമൈഡും യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷൻ കുറയ്ക്കുന്ന 2 ഡ്രഗ്സാണ്. യൂറിൻ വഴി യൂറിക് ആസിഡ് പുറത്തേക്ക് പോകുന്നത് ഈ 2 ഡ്രഗ്സിൻ്റെയും ആക്ഷൻ കാരണം കുറയുന്നുണ്ട്. അത് കാരണമാണ് 2 ഡ്രഗ്സും ഹൈപ്പർ യൂറിസീമിയ ഉണ്ടാക്കുന്നത്. പൈറസിനമൈഡിൻ്റെ കോൺട്രാഇൻഡിക്കേഷൻ നേരത്തെ പറഞ്ഞു, ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കാറേ ഇല്ല. ഇതിൻ്റെ ഡോസ് എന്താ? 25 mg/kg/day. അടുത്തത് സ്ട്രെപ്റ്റോമൈസിൻ ആണ്. അറിയാലോ, ഒരു അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക് ആണ്. ഇതിന് ട്യൂബർകുലോസിഡൽ ആക്ഷൻ ആണ്. ദാറ്റ് മീൻസ് TB ഉണ്ടാക്കുന്ന ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് നമുക്കൊക്കെ അറിയാം. പാരൻട്രലി കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. ബിക്കോസ് GITയിൽ നിന്ന് സ്ട്രെപ്റ്റോമൈസിൻ്റെ അബ്സോർപ്ഷൻ പോസിബിൾ അല്ല. റീനൽ റൂട്ടിലാണ് പ്രധാനമായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് റീനൽ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പൊതുവെ ചെറിയ ഡോസിലാണ് അത്തരക്കാർക്ക് കൊടുക്കേണ്ടത്. നോർമൽ ഡോസ് 15 mg/kg/day ആണ്. സ്ട്രെപ്റ്റോമൈസിൻ TBയുടെ ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ അത്ര കണ്ട് ഉപയോഗിക്കാറില്ല. ബിക്കോസ് ഓറൽ റൂട്ടിൽ കൊടുക്കാൻ പറ്റാത്തൊരു ഡ്രഗാണിത്. പക്ഷേ ചില പ്രത്യേക TB കേസസിൽ ഇത് ഉപയോഗിക്കുന്നു. ലൈക്ക് ട്യൂബർകുലോയിഡൽ മെനിഞ്ചൈറ്റിസ് ആൻഡ് ബോൺ ട്യൂബർകുലോസിസ്. അടുത്ത 2 ഡ്രഗ്സും അമിനോഗ്ലൈക്കോസൈഡ്സ് ആണ്, കാനമൈസിൻ ആൻഡ് അമിക്കാസിൻ. ഈ ഡ്രഗ്സിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ഓട്ടോടോക്സിസിറ്റി ആൻഡ് നെഫ്രോടോക്സിസിറ്റി ആണ്, ജസ്റ്റ് ലൈക്ക് സ്ട്രെപ്റ്റോമൈസിൻ. അതുകൊണ്ട് തന്നെ കാനമൈസിൻ പ്ലസ് സ്ട്രെപ്റ്റോമൈസിൻ കൊടുക്കാൻ പാടില്ല. അമിക്കാസിൻ പ്ലസ് സ്ട്രെപ്റ്റോമൈസിൻ കൊടുക്കാൻ പാടില്ല. കൂടാതെ കാനമൈസിൻ പ്ലസ് അമിക്കാസിനും കൊടുക്കാൻ പാടില്ല. ബിക്കോസ് സ്ട്രെപ്റ്റോമൈസിൻ, കാനമൈസിൻ ആൻഡ് അമിക്കാസിൻ 3 അമിനോഗ്ലൈക്കോസൈഡാണ്. 3ൻ്റെയും അഡ്വേഴ്സ് എഫക്റ്റ് ഓട്ടോടോക്സിസിറ്റി ആൻഡ് നെഫ്രോടോക്സിസിറ്റി ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും 2 ഡ്രഗ്സ് ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഈ അഡ്വേഴ്സ് എഫക്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്തരം കോമ്പിനേഷൻസ് അവോയ്ഡ് ചെയ്യണം. എന്താണ് ഈ ഡ്രഗ്സിൻ്റെ ഡോസ്? കാനമൈസിൻ 15 mg/kg/day ആണെങ്കിൽ അമിക്കാസിൻ 7.5 mg/kg/day. ഇതിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രാമസ്കുലാർ റൂട്ടാണ്. അടുത്തത് കാപ്രിയോമൈസിൻ ആണ്. ഇതും ഒരു ഇഞ്ചെക്റ്റബിൾ ആൻറ്റിബയോട്ടിക് ആണ്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് തടയുക എന്നതാണ്. അഡ്വേഴ്സ് എഫക്റ്റ് ഓട്ടോടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. അയൺ ലെവൽ, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ അയൺസിൻ്റെ ബ്ലഡ് ലെവലിൽ വേരിയേഷൻ ഉണ്ടാക്കും. അതാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് അറിയപ്പെടുന്നത്. അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക് ആണ് കാപ്രിയോമൈസിനും. അതുകൊണ്ടാണ് ഓട്ടോടോക്സിസിറ്റി ആൻഡ് നെഫ്രോടോക്സിസിറ്റി അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഡ്രഗിൻ്റെ ഡോസ് 0.75 to 1 g/day ത്രൂ ഇൻട്രാമസ്കുലാർ റൂട്ട്. അടുത്തത് സൈക്ലോസെറിൻ ആണ്. സൈക്ലോസെറിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇതാണ്. ഡി അലാനിൻ എന്നതൊരു അമിനോ ആസിഡാണ്. ഡി അലാനിൻ്റെ ഒരു അനലോഗാണ് സൈക്ലോസെറിൻ. ഈ ഡി അലാനിൻ എന്നത്
സെൽ വോൾ സിന്തസിസ് നടക്കാൻ അത്യാവശ്യമായ ഒരു അമിനോ ആസിഡാണ്. പക്ഷെ അത് പ്യുവർ ഡി അലാനിൻ ആയിരിക്കണം. അതിൻ്റെ അനലോഗായ സൈക്ലോസെറിൻ കൊടുക്കുമ്പോൾ ഈ പ്യുവർ ഡി അലാനിനുമായിട്ട് സൈക്ലോസെറിൻ കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ ഡി അലാനിൻ സെൽ വോൾ സിന്തസിസിന് യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരം ബാക്ടീരിയ സൈക്ലോസെറിൻ യൂസ് ചെയ്ത് തുടങ്ങും. അത് കാരണം സെൽ വോൾ സിന്തസിസ് കൃത്യമായിട്ട് നടക്കില്ല. സെൽ വോൾ സിന്തസിസ് നടന്നില്ലെങ്കിൽ ബാക്ടീരിയൽ സെൽ ഡെത്ത് ഉണ്ടാവും. എന്താണ് സൈക്ലോസെറിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്? CNS ടോക്സിസിറ്റിയാണ്, ലൈക്ക് ഹെഡേക്ക്, വിഷ്വൽ ഡിസ്റ്റർബൻസസ് ആൻഡ് കൺവൽഷൻ. കൂടാതെ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ഉണ്ടാക്കും. അടുത്ത ഡ്രഗ് പാരാ അമിനോ സാലിസിലിക് ആസിഡ് ആണ്, ഇൻ ഷോർട്ട് PAS. ഇത് പാരാ അമിനോ ബെൻസോയിക് ആസിഡിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പാരാ അമിനോ ബെൻസോയിക് ആസിഡ് ആണെങ്കിൽ അത് ബാക്ടീരിയയ്ക്കകത്ത് ഫോളിക് ആസിഡ് ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു കോഫാക്ടറാണ്. പക്ഷെ അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് മാത്രമാണ് പാരാ അമിനോ സാലിസിലിക് ആസിഡ്. അപ്പോൾ ഈ പാരാ അമിനോ ബെൻസോയിക് ആസിഡിന് പകരം പാരാ അമിനോ സാലിസിലിക് ആസിഡിനെ ബാക്ടീരിയ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങും. പാരാ അമിനോ ബെൻസോയിക് ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോളിക് ആസിഡ് സിന്തസിസ് നടക്കുകയുള്ളൂ. അതിനു പകരം പാരാ അമിനോ സാലിസിലിക് ആസിഡിനെയാണ് ഇപ്പോൾ ബാക്ടീരിയ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫോളിക് ആസിഡ് സിന്തസിസ് നടക്കില്ല. ആക്ച്വലി ഫോളിക് ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് സിന്തസൈസ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ സർവൈവ് ചെയ്യില്ല. ഇത്തരം ആക്ഷനുള്ള ഡ്രഗ്സിനെ ആൻറ്റി മെറ്റബോളൈറ്റ് എന്നാണ് വിളിക്കുക. ബാക്ടീരിയയ്ക്കകത്ത് മെറ്റബോളിക് പാത്വേ വഴി ഫോളിക് ആസിഡ് ഉണ്ടാവുന്നതാണ് ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. മെറ്റബോളിക് പാത്വേനെ ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസിനെയൊക്കെ ആൻറ്റി മെറ്റബോളൈറ്റ് എന്നാണ് വിളിക്കുക. ഈ ഡ്രഗിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് ഓറൽ റൂട്ടിൽ കൊടുക്കുമ്പോൾ വെൽ ആബ്സോർബ്ഡ് ആണ്. ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ നല്ല ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. യൂറിൻ വഴിയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്. ഇത് ഫുഡിൻ്റെ കൂടെ തന്നെ കൊടുക്കേണ്ട ഒരു ഡ്രഗാണ്. ബിക്കോസ് എംപ്റ്റി സ്റ്റൊമക്കിൽ കൊടുത്തു കഴിയുമ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് മെയിൻലി എപ്പിഗ്യാസ്ട്രിക് പെയിൻ ആണ്. ഡോസ് 10 to 12 gram ഡെയിലി ഇൻ 3 ഡിവൈഡഡ് ഡോസസ്. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ പൈറസിൻ അമൈഡ് വരെയുള്ള ഡ്രഗ്സ് തറോ ആയിട്ട് പഠിച്ചു വെക്കണം. അതിന് ശേഷമുള്ള ഡ്രഗ്സ് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഒന്ന് നോക്കി പോവുകയും വേണം. ഇനി പറയുന്നത് ഫിക്സഡ് ഡോസ് കോമ്പിനേഷനെ കുറിച്ചാണ്. എല്ലാ രാജ്യങ്ങളിലും TB കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ചില മിഷൻസ് നടക്കുന്നുണ്ട്. ഇന്ത്യയിലും നടക്കുന്നുണ്ട്. നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം, NTEP എന്നാണ് അതറിയപ്പെടുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് TB ഡയഗ്നോസ് ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. 2025 ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും TB ഒഴിവാക്കാനാണ് ഈ ഒരു മിഷൻ നടത്തുന്നത്. ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് ആണ് ഇപ്പോൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഒന്നിലധികം ഡ്രഗ്സ് ഒരുമിച്ച് ചേർത്ത് ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കുന്നു. ആ ടാബ്ലറ്റിൽ ഓരോ ഡ്രഗും അതിൻ്റേതായ ഡോസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിലവിൽ ഉപയോഗിക്കുന്ന 2 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് ആണ് 4-FDCയും 3-FDCയും. 4-FDC എന്ന് വെച്ചാൽ 4 ഡ്രഗ്സ് ഉള്ള ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. അതിലടങ്ങിയ ഡ്രഗ്സാണ് ഐസോനിയാസൈഡ്, റിഫാംപിസിൻ, എഥംബ്യൂട്ടോൾ ആൻഡ് പൈറസിനമൈഡ്. മറ്റൊരു എക്സാമ്പിൾ 3-FDC ആണ്. എന്ന് വെച്ചാൽ 3 ഡ്രഗ്സ് അടങ്ങിയ കോമ്പിനേഷൻ. അതിലടങ്ങിയിരിക്കുന്നത് ഐസോനിയാസൈഡ്, റിഫാംപിസിൻ ആൻഡ് എഥംബ്യൂട്ടോൾ. വെയിറ്റ് നോക്കിയിട്ടാണ് എത്ര ടാബ്ലറ്റ് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്. വെയിറ്റ് കുറവുള്ളവർ ചിലപ്പോൾ 3 ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും.
വെയിറ്റ് കൂടുതലാണെങ്കിൽ ചിലർ 4 ടാബ്ലറ്റ് കഴിക്കണം. ദാറ്റ് മീൻസ് വെയിറ്റ് നോക്കിയിട്ടാണ് 4FDCയും 3FDCയും എത്ര എണ്ണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 കോമ്പിനേഷൻ 4FDC ആൻഡ് 3FDC? ആദ്യത്തെ 2 മാസം 4FDC ആണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞുള്ള 4 മാസം 3FDC ആണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതായത് ടോട്ടൽ 6 മാസത്തെ തെറാപ്പിയാണ് പുതുതായി TB കണ്ടുപിടിച്ച ഒരാൾക്ക് കൊടുക്കേണ്ടത്. ഓറലി കഴിക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സായ ഐസോനിയാസൈഡ്, റിഫാംപിസിൻ, പൈറസിനമൈഡ് ആൻഡ് എഥംബ്യൂട്ടോളിൻ്റെ കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചില TB കേസസ് റെസിസ്റ്റൻ്റ് കേസസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ഡ്രഗിനെ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയ്ക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഐസോനിയാസൈഡ് ആവാം, റിഫാംപസിൻ ആവാം. ചില ബാക്ടീരിയയ്ക്ക് ഐസോനിയാസൈഡിനെയും റിഫാംപസിനെയും റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഡ്രഗിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ മോണോ ഡ്രഗ് റെസിസ്റ്റൻ്റ് എന്ന് വിളിക്കാം. ഒന്നിലധികം ഡ്രഗ്സിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് അഥവാ MDR-TB എന്നും വിളിക്കുന്നു. ഉദാഹരണത്തിന്, റിഫാംപസിൻ റെസിസ്റ്റൻ്റ് ആയ ഒരു TB ആണെങ്കിൽ അവർക്ക് റിഫാംപസിൻ കൊടുത്തിട്ട് കാര്യമില്ല. അത്തരം കേസിൽ റിഫാംപസിന് പകരം നമുക്ക് സെക്കൻഡ് ലൈനിൽ വരുന്ന ഏതെങ്കിലും ഡ്രഗ് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. റെസിസ്റ്റൻ്റ് ആയ കേസസ് ലൈക്ക് മോണോ ഡ്രഗ് റെസിസ്റ്റൻ്റ് TB, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് TB, ഇത്തരം കേസസിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിലേക്ക് പോകേണ്ടി വരും. ഇനിയുള്ളത് TB ഡ്രഗ്സിൻ്റെ നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഡ്രഗിൻ്റെ എഫക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അസസ്മെൻറ്റ് ചെയ്യാനുണ്ടോ എന്നീ കാര്യങ്ങളാണ്. ഹിസ്റ്ററി എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻറ്റിന് ഓൾറെഡി ലിവർ ഡിസീസ് ഉണ്ടോ, കിഡ്നി ഡിസീസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. ബിക്കോസ് ഇതിൽ ചില ഡ്രഗ്സൊക്കെ ലിവർ ഫെയിലറിൽ കൊടുക്കാൻ പാടില്ലാത്ത ഡ്രഗ്സാണ്. ചില ഡ്രഗ്സൊക്കെ കിഡ്നി ഡിസീസിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡ്രഗ്സാണ്. ഇനി പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് കൃത്യമായിട്ട് എടുക്കണം. ഡ്രഗ്സിൻ്റെ ഡോസ് തീരുമാനിക്കുന്നത് വെയിറ്റ് അനുസരിച്ചായതുകൊണ്ടാണിത്. ഓരോ ഡ്രഗിൻ്റെയും കോൺട്രാ ഇൻഡിക്കേഷൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബിക്കോസ് ചില കേസിൽ കൊടുക്കാൻ പാടില്ലാത്ത ഡ്രഗ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ലിവർ ഡിസീസുള്ള ആൾക്കാർക്ക് പൈറസിനമൈഡ് കൊടുക്കാൻ പാടില്ല. സോ ഓൾറെഡി ലിവർ ഡിസീസുള്ള ആളാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഡോക്ടർ പൈറസിനമൈഡിന് പകരം ഏതെങ്കിലും സെക്കൻഡ് ലൈൻ ഡ്രഗ് പ്രിഫർ ചെയ്യും. ഇനി ഇതിലുള്ള പല ഡ്രഗ്സിനും ഡ്രഗ് ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഐസോനിയാസൈഡ്, റിഫാംപസിൻ. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. ലൈക്ക് പേഷ്യൻ്റ് വാർഫാറിൻ കഴിക്കുന്നുണ്ടോ, പേഷ്യൻ്റ് ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സായ സൾഫണൈൽ യൂറിയ കഴിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയണം. ചെയ്യേണ്ട ലാബ് ടെസ്റ്റുകൾ, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. പേഷ്യൻറ്റിന് ഓൾറെഡി ലിവർ ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പേഷ്യൻ്റ് ആൽക്കഹോൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ ലിവർ ഫെയിലർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത്തരം കേസിൽ നിർബന്ധമായിട്ടും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കണം. ഡ്രഗ്സിനോടുള്ള റെസിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ട് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യണം. ചില മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ റിഫാംപസിനെ റെസിസ്റ്റ് ചെയ്യും. മറ്റ് ചിലത് INHനെ റെസിസ്റ്റ് ചെയ്യും. ചിലതൊക്കെ റിഫാംപസിനെയും INHനെയും റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ പല ഡ്രഗ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ ഉണ്ട്. സോ റെസിസ്റ്റൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഡ്രഗ് ഒഴിവാക്കാനും അതിന് പകരം മറ്റേതെങ്കിലും ഡ്രഗ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്യാനും സാധിക്കും. റിഫാംപസിൻ കഴിക്കുന്ന ഒരു പേഷ്യൻ്റ് വാർഫാറിനും കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ
അവർക്ക് ചെയ്യേണ്ട ഒരു ലാബ് ടെസ്റ്റാണ് പ്രോത്രോംബിൻ ടൈം. ഈ വാർഫാറിനും റിഫാംബസിനും പരസ്പരം ഇൻട്രാക്ട് ചെയ്യും എന്നറിയാലോ. റിഫാംബസിൻ ലിവർ എൻസൈം ഇൻഡ്യൂസർ ആയതുകൊണ്ട് വാർഫാറിൻ്റെ മെറ്റബോളിസം കൂടുകയും വാർഫാറിൻ്റെ ആക്ഷൻ കുറയുകയും ചെയ്യും. വാർഫാറിൻ്റെ ആക്ഷൻ കുറയുന്നുണ്ടോ എന്നറിയുക പ്രോത്രോംബിൻ ടൈം എന്ന ലാബ് ടെസ്റ്റ് ചെയ്യുന്നത് വഴിയാണ്. ഇനിയുള്ളത് പേഷ്യൻ്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ പോയിൻറ്റ്സ് ആണ്. TB ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പ്രകാരം ഡെയിലി കൃത്യസമയത്ത് കോഴ്സ് തീരുന്നത് വരെ എടുക്കാൻ പറയണം. രാവിലെ 7 മണിയാണ് എല്ലാ ദിവസവും കഴിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും 7 മണിക്ക് തന്നെ കഴിച്ചിരിക്കണം. കൂടാതെ എത്ര കാലമാണോ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞത് അത്രയും കാലം എടുത്തിരിക്കണം. റിഫാംബസിൻ കഴിക്കുന്ന പേഷ്യൻറ്റിനോടും പറയേണ്ട ചില കാര്യങ്ങൾ. റിഫാംബസിൻ ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ദാറ്റ് മീൻസ് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. റിഫാംബസിൻ കഴിക്കുമ്പോൾ യൂറിൻ, സ്റ്റൂൾ, സലൈവ, സ്പ്യൂട്ടം, സ്വെറ്റ്, ടീയേഴ്സ് ഈ സെക്രീഷൻസിലൊക്കെ ചെറിയ റെഡിഷ് ഓറഞ്ച് കളർ വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി യൂറിനിലാണ്. ഇനി കോണ്ടാക്റ്റ് ലെൻസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവരുടെ ലെൻസിലും ഈ റെഡിഷ് ഓറഞ്ച് സ്റ്റെയിൻ വരാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ പേഷ്യൻറ്റിനെ മുൻകൂട്ടി അറിയിക്കുക. ഇത് റെഡിഷ് ഓറഞ്ച് കളർ ആയതുകൊണ്ട് ബ്ലഡ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാനാണ് ഈ കാര്യം മുൻകൂട്ടി അറിയിക്കേണ്ടത്. റിഫാംബസിൻ കഴിക്കുമ്പോൾ ആൽക്കഹോൾ ഒഴിവാക്കണം. അതല്ലെങ്കിൽ ഹെപ്പാറ്റോ ടോക്സിസിറ്റി ഉണ്ടാവും. റിഫാംബസിൻ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ ആക്ഷൻ കുറയ്ക്കും. ബർത്ത് കൺട്രോൾ നടക്കാൻ സാധ്യതയില്ല. ദാറ്റ് മീൻസ് പ്രഗ്നൻസി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കാൻ പറയണം. ഇനി INH കഴിക്കുന്ന പേഷ്യൻസിനോട് പറയേണ്ടത് അവർ തൈറമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. തൈറമിൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ചീസ്, സ്മോക്ക്ഡ് ഫിഷ് എക്സെട്ര. ഈ തൈറമിൻ എന്നുള്ളതൊരു പ്രോട്ടീനാണ് കേട്ടോ. തൈറമിൻ്റെ മെറ്റബോളിസം നടത്തുന്ന ചില എൻസൈംസ് ഉണ്ട്. ആ മെറ്റബോളിസം നടന്നാൽ മാത്രമേ ബോഡിയിൽ തൈറമിൻ്റെ ലെവൽ കുറയുള്ളൂ. ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഐസോനിയാസിഡ്. നമുക്കറിയാം ഐസോനിയാസിഡ് ബേസിക്കലി എൻസൈം ഇൻഹിബിറ്ററാണ്. തൈറമിനെ മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈമിനെ കൂടി ഐസോനിയാസിഡ് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ തൈറമിൻ്റെ ലെവൽ കൂടും. ഈ തൈറമിനൊരു പ്രശ്നമുണ്ട്. ഒരു പരിധിയിലധികം അതിൻ്റെ ലെവൽ കൂടിയാൽ ബ്ലഡ് പ്രഷർ കൂടും. ഇതൊരു പ്രശ്നമാണ്. തൈറമിനുള്ള ഫുഡും ഐസോനിയാസിഡും ഒരുമിച്ച് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പേഷ്യൻറ്റിനോട് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഏതെങ്കിലും സൈൻ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ അറിയിക്കാൻ പറയണം. ഐസോനിയാസൈഡിൻ്റെ കൂടെ OTC ഡ്രഗ്സ് ഒന്നും കഴിക്കാൻ പാടില്ല. OTC ഡ്രഗിന് ഒരു എക്സാമ്പിളാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉള്ള ആൻറ്റാസിഡ്. അത് ഐസോനിയാസിഡിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന ഒരു ഏജൻ്റാണ്. ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് നിർത്താൻ പറയണം. ബിക്കോസ് ആൽക്കഹോളും കൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹെപ്പാറ്റിക് പ്രോബ്ലം വരാൻ ചാൻസ് കൂടുതലാണ്. ഐസോനിയാസിഡ് കഴിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു അഡ്വേഴ്സ് എഫക്റ്റാണ് പെരിഫറൽ ന്യൂറൈറ്റിസ്. കൈക്കും കാലിനൊക്കെ ഉണ്ടാവുന്ന തരിപ്പാണ് പ്രധാനപ്പെട്ട സൈൻ. അതുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ അറിയിക്കാൻ പറയണം. ഇനി എഥംബ്യൂട്ടോൾ കഴിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരോട് ബ്ലേഡ് വിഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ അറിയിക്കാൻ പറയണം. നമുക്കറിയാം ഇപ്പോൾ TBക്ക് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്.
ദാറ്റ് മീൻസ് അതിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആയ റിഫാംബസിൻ, ഐസോനിയാസൈഡ്, പൈറസിനമൈഡ് ആൻഡ് എഥംബ്യൂട്ടോൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അഡ്വൈസസ് എല്ലാം പേഷ്യൻറ്റിന് കൊടുക്കേണ്ടി വരും, ബിക്കോസ് അതിലെല്ലാ ഡ്രഗ്സും ഉണ്ട്. സോ അത്തരം പോയിൻറ്റ്സ് എല്ലാം കൃത്യമായി പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻറ്റി ടി ബി ഡ്രഗ്സ്.